ഇന്ന് വിശാഖപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ടെങ്കിലോ. അപ്പോൾ രാവിലെ എഴുന്നേൽപ്പിച്ചപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നു ഇവിടെ പൂവിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ കടയിൽ നിന്ന് കുറച്ച് പൂവ് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് രാവിലെ ഞാൻ പൂ പറിക്കാനൊന്നും പോയില്ല. കുട്ടികളെല്ലാം പൂ പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഭയങ്കര മഴയായിരുന്നു ഇന്ന് രാവിലെ കേട്ടോ. അവിടെയൊക്കെ മഴയുണ്ടോ എങ്ങനെയാണ് പറയണേ. അങ്ങനെ എന്ത് ചെയ്തു, ഞാനും ആദിക്കുട്ടിയും കൂടിയിട്ട്, ആദിക്കുട്ടി അത്തടണം എന്ന് പറയാൻ തുടങ്ങിയതിൻ്റെ ശേഷം നേരത്തെ കാലത്ത് എണീക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ അത്തറാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നടുവിൽ ഫസ്റ്റ് ഒരു ജമന്തി വെച്ചു. പിന്നെ എൻ്റെ മുറ്റത്തൊരു റോസാപ്പൂവ് കണ്ട്, അതില്ലെങ്കിൽ നാശമായി പോകുമെന്ന് കണ്ടോണ്ട് ഞാൻ അതന്നെ വെച്ചു. ഞാൻ പൂ അരിയണതിൻ്റെ ഇടയിൽ കുട്ടികളൊക്കെ പൂവും പറിച്ച് തിരിച്ച് വന്ന് കേട്ടോ. അവർ വരുമ്പോൾ ഒരു 7:30 8 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂവൊക്കെ അരിഞ്ഞ് മെല്ലെ മെല്ലെ ഞാൻ അങ്ങനെ ഇട്ടു, ഓരോരോ കളറാക്കി ഇട്ടു വിശാഖപ്പൂക്കൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. പൂക്കൾ എങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോണേ.